ഹലോ, ഇന്ന് ഞാൻ എൻ്റെ ബൊഗെയിൻവില്ലിൻ്റെ ചെറുതായിട്ടൊരു അപ്ഡേഷൻ ഒന്ന് കാണിച്ചു തരാം എന്ന് കരുതി. ഇതാണ് നമ്മൾ നടുന്നുണ്ട്, നമ്മൾ ചെറുതായിട്ടൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നമ്മൾ 2 ഇഞ്ച് ആകെ 2 ഇഞ്ച് വലുപ്പമുള്ള വെറുതെ ഒന്ന് കുത്തിയതാണ്. ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നട്ട് വെച്ചപ്പോൾ ഒരു കമ്പ് ഇങ്ങനെ എക്സ്ട്രാ കിട്ടിയപ്പോൾ വെറുതെ അത് മണ്ണിൽ കുത്തിയതായിരുന്നു. അതുകൊണ്ടില്ലേ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മളെ ബോട്ടിലാണ് ടിന്ന് 2 ഭാഗത്തായിട്ട് കട്ട് ചെയ്ത് കണ്ട് നമ്മൾ വളമൊക്കെ ചേർത്താണ് നട്ടതാണ്. നട്ടിപ്പോൾ വെച്ചിട്ടുള്ളൂ, എന്താവുന്നൊന്നും അറിയില്ല. നമ്മൾ ബോട്ടിലായതുകൊണ്ട് ഇങ്ങനെ വെറുതെ ചെടി നടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ കുറച്ച് ചുറ്റുപാടുള്ള ഫ്രണ്ട്സുകളൊക്കെ ഒരു തൈ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ സാധാ ഒരു പിങ്ക് കളറല്ല, നോർമലി കളറ് നമ്മുടെ കയ്യിലുണ്ട്. ഏകദേശം 4-5 വർഷമുള്ളൊരു മദർ പ്ലാന്റ്, വലിയൊരു പ്ലാന്റാണ്. നമ്മളെ തറവാട്ടെങ്കിലാണുള്ളത്. അവിടെ താമസമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ചെടികളൊക്കെ അവിടെ നിലത്താണ് നട്ടിട്ടുള്ളത്. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളത്. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി പെട്ടതാണ്. നമ്മൾ കമ്പ് നട്ടിട്ട് കുറച്ചായി, ഇപ്പോഴും അത്രേ വലുപ്പമായിട്ടുള്ളൂ. അങ്ങനെ കഴിഞ്ഞ വർഷം നമുക്കൊരു 19 മാറ്റമുള്ളത്, ചെറുതായിട്ട് മാറ്റമുള്ളതാണ്. ഈ വർഷം നമുക്ക് അതിലേക്ക് കൂടി 4 എണ്ണം കൂടി ഒരു എക്സ്ട്രാ നമ്മൾ വിചാരിച്ച് നട്ടിട്ടുണ്ട്. തെളുത്തതുണ്ട്, തെളുക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കാണിക്കാമെന്ന് കരുതി. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഇപ്പം നട്ടതാണ്. ഓരോന്നും ഇതിൽ നിന്ന് പറിച്ചിടുമ്പോൾ അടുത്ത് നടണം, അങ്ങനെ ഉള്ളൂ. നമ്മൾ ഫസ്റ്റിക്ക് നട്ടതേ ഉള്ളൂ, അത് തന്നെ കേട്ടോ. അതിൽ നിന്ന് പറിച്ചിട്ടില്ല, ഇതാക്കിയിട്ടില്ല. കാരണം അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത കോലത്തിൽ വലുപ്പത്തിൽ തന്നെ അവിടെ നിൽക്കണം. ഇതൊക്കെ ഉണ്ടില്ല, ഇതൊക്കെ ഇപ്പം നട്ടാണ്. അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ആയിട്ടാണ് വരുന്നുണ്ട്. നമ്മൾ മാറ്റി നടുമ്പോഴും പിന്നെ ചെറിയൊരു ഡാമേജൊക്കെ സംഭവിക്കൂട്ടാ. കാരണം നമ്മൾ മണ്ണ് ഇളക്കിയല്ല എടുക്കണത്, ഇതിന് ചെറുതായിട്ടൊന്ന് പറിച്ചെടുക്കണം. അപ്പോൾ വേര് ചെറുതായിട്ട് പൊട്ടാനൊക്കെ സാധ്യത ഉണ്ട്. എന്നിട്ടില്ല, നമ്മൾ ഹൈബ്രിഡിലെ ഒരു ചെറിയൊരു വെറൈറ്റിയാണ്. നമ്മൾ കമ്പ് ഫസ്റ്റ് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ നടുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു 3 കമ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം നമ്മളെ കയ്യിലുള്ളതിനെക്കാട്ടി ഒരു 4-5 എണ്ണമെങ്കിലും വേണ്ട, 1-2 എണ്ണമെങ്കിലും ഒന്ന് എക്സ്ട്രാ കൂട്ടിയാൽ അത് അത്രയും നല്ലതല്ലേ എന്നാണ് നമ്മൾ കരുതൽ. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതും വേറെ അതിൻ്റെ അടുത്തുള്ളതും നമ്മൾ ഈ ഇലൻ്റെ അടിയിൽ ആ തുമ്പത്ത് മാത്രം പൂക്കൾ വരുന്നതാണ് കേട്ടോ. അതിൻ്റെ ഒരു കളർ നമ്മളെ കയ്യിൽ ആദ്യം ഉണ്ട്. ഇനി അതിലൊരു ഓറഞ്ച് വെറൈറ്റി നട്ടതാണ് അതെന്ന് വിചാരിക്കുന്നു. കുപ്പിയിൽ നമ്മൾ രാവിലെ നട്ടിനെക്കാട്ടി നമ്മളൊരു ഗ്രീൻ ആയിട്ടുള്ളൊരു പുല്ലാണ് നമ്മൾ കാരണം ഇരട്ടിക്കാൻ വേണ്ടി, അതായത് തോനെ തൈകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. നമ്മൾ പിന്നെ വൈകിട്ട് രാവിലെ നമ്മൾ നട്ട് വെച്ചത് വൈകിട്ട് ആയപ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ. തെളുക്കം ഇരിക്കാനും നല്ല ഉഷാറായിക്കാരം. നമ്മൾ കുപ്പിയിലാണ് തന്നില്ല, കുപ്പിൻ്റെ 2 ഭാഗത്ത് കുറച്ച് ഹോൾ ഇട്ട് കണ്ട് 2 ഭാഗത്തും കൂടി ആയിട്ട് നട്ടതാണ്. ഇതിൽ വേറെയും നട്ട് വെച്ചു 2-3 തയ്യ വെറുതെ അങ്ങനെ കിട്ടിയപ്പോൾ നട്ടാണ്. നമ്മൾ ചെക്കിങ് ചെയ്തിൽ ഇത്രയും നമുക്ക് ഉണങ്ങി പോയതുകൊണ്ട് കേട്ടോ. നമ്മളെ സ്ഥിരം ഉണങ്ങിയത് ഉപയോഗിക്കുന്നിടത്ത് തന്നെ ഉപേക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലും നമ്മൾ കവറിൽ ഇപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ട് നട്ട് വെക്കുകയാണ്. കവറൊക്കെ ഒഴിവാക്കാനായിരിക്കണം. ഇതിൻ്റെ അത്യാവശ്യം വളമ മുഴുവൻ നമ്മൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഈ വർഷം നട്ടത് തന്നെയാണ്. ഇത് നല്ല അത്യാവശ്യം ഹെവി ആയിട്ട് വന്നപ്പോൾ നല്ല കട്ട് ചെയ്തിട്ടില്ല. നമ്മളതിൻ്റെ തുമ്പൊന്ന് ജസ്റ്റ് കൊണ്ടൊന്ന് നുള്ളിയിട്ട് നൂല് കൊണ്ടൊരു ചെറിയൊരു മോഡലാക്കാമെന്ന്, ഒരു റൗണ്ട് മോഡലാക്കാൻ വിചാരിച്ചിട്ടൊന്ന് കെട്ടിയതാണ്. അല്ല, അതിൻ്റെ നടുക്കിലും വേറെ കമ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ റൗണ്ട് മാതിരി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിക്കണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ എണ്ണാറൊന്നുമില്ല, എത്ര മാറ്റി നടണു അങ്ങനെയൊന്നും നമ്മളൊന്നും മെയിൻറ്റ് നോക്കാറില്ല. കാരണം കഴിഞ്ഞ വർഷത്തിന് വേണ്ടി ഇരട്ടി എന്തായാലും ആയിട്ടുണ്ട്. അടുത്ത ഒരു മഴക്കാലം വരുമ്പോൾ നമുക്ക് അതിനേക്കാൾ നടാനാണ് പ്ലാനിങ്. ഇനി നട്ടാൽ പിടിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇതൊരു ഓറഞ്ച് കളറാണ്. ഇത് ഏകദേശം അത്യാവശ്യം നല്ല പഴക്കമുള്ള ചെടിയാണ്. ഇതും നമ്മളൊരു റൗണ്ടാക്കിയിട്ട് ഒരു പി മോഡലാക്കിയിട്ട് നമ്മൾ കെട്ടി വെച്ചൊക്കെയാണ്. അതെന്താവും എങ്ങനെയാവുന്നൊന്നും അറിയില്ല, എന്നാലും വെറുതെ ഒന്ന് കെട്ടി വെച്ചു എന്നുള്ളൂ. നല്ല തല ഇങ്ങനെ അത് കെട്ടിക്കാണ്ട് അതിൻ്റെ തലഭാഗം ഉണ്ട്, നമ്മളിതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് എടുത്തതാണ്. എത്രത്തോളം ഇതിൻ്റെ ഒരു വെറൈറ്റിയാണ് നമ്മൾ നട്ട് വെച്ചേക്കണ മുമ്പത്തെ പറഞ്ഞത്. വേറെ ഇതൊരു സാധാരണ ഓറഞ്ചാണ്. ഇതൊരു വൈറ്റ് കളറ് ചെടിയാണ്, ബൊഗെയിൻവില്ലാണ്. വൈറ്റ് കളർ പറഞ്ഞാൽ ഇതൊരു വള്ളി പോലെ ഒന്ന് വന്നതാണ്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് ഫ്ലവർ ഇരിഞ്ഞ്. എല്ലാ ബൊഗെയിൻവില്ലും കഴിഞ്ഞ വർഷമാണ്. 2 എണ്ണം അല്ലാത്തതൊക്കെ നമ്മളടുത്തുനിന്ന് ഫ്ലവർ ഇരിഞ്ഞിൻ്റെ എന്നിട്ട് ഫ്ലവർ ഇനി ഈ ചട്ടിയിൽ ഈ ഫ്ലവർ കാണില്ല. കാരണം മറ്റേ ചട്ടികളിലൊക്കെ അത് പടർന്നു പോയിക്കായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ അതിനൊക്കെ ബ്രൂണിങ് ചെയ്ത് ഫുള്ള് കളഞ്ഞിനി. ഇപ്രാവശ്യം നമ്മൾ വേറെ മോഡലിൽ ഒരു കമ്പ് നട്ടിട്ട് അതിലേക്കാണ് പടർത്തി വെച്ചതാണ്.
ഇത് നമ്മൾ വേറൊരു മോഡലാക്കാൻ വിചാരിച്ചാണ്. ഈ മോഡലാക്കാൻ വിചാരിച്ചതിൻ്റെ ഒരു പിക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കണുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താ കണ്ടില്ലേ, ഇതിൻ്റെ അടിയൊന്നും ഒരു കുട പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 2 കമ്പാണ് നമുക്ക് ഇതിന് ഉണ്ടായിട്ടുണ്ടത്. ആ 2 കമ്പിൻ്റെ തലപ്പാണ് അത്യാവശ്യം ഹൈറ്റ് എത്തിയപ്പോൾ നമ്മളാണ് കട്ട് ചെയ്ത് കളഞ്ഞാണ്. എന്നിട്ട് അതിന് 4 സൈഡിൽ നിന്നും ഇങ്ങനെ ഓരോ ഇലൻ്റെ അടിയിൽ നിന്ന് ഓരോ പുതിയ തെളുത്ത് വരുമല്ലോ, ആ തെളുത്ത് വരുന്നതിൻ്റെ അത്യാവശ്യം വലുപ്പമായപ്പോൾ അതും കട്ട് ചെയ്തപ്പോൾ അതിനും ഫുള്ള് തളിർപ്പ് വരുന്നുണ്ടില്ലേ, അതിൻ്റെ എല്ലാ ഇലകളിൽ നിന്ന്. ഇത് തളിർപ്പ് ഇവിടെ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ തളിർപ്പ് വന്നാണ്. അടിയിൽ നിന്ന് വരുന്ന തളിർപ്പൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ്. അതിൻ്റെ താഴെ നമ്മൾ ഇല പറിച്ചു കൊടുത്തെന്നുള്ളതൊക്കെ. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് ഓറഞ്ച് കളറാണ്. ഇത് നമ്മൾ ഏകദേശം 4 വർഷമായിട്ടുണ്ട് നമ്മളെ കയ്യിലുള്ളത്. ഇതും വേണ്ടിയില്ല, അത്യാവശ്യം നല്ല മദർ പ്ലാന്റ് ആണ്. പക്ഷേ ഇതിമൊന്നും നമ്മൾ വല്ലാതെ കട്ട് ചെയ്തുകൊണ്ട് എടുത്തിട്ടില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക എത്രത്തോളം ബാക്കുണ്ട്. ഇതിൻ്റെ അടി ഭാഗം കണ്ടാൽ അറിയാട്ടോ. ഇതൊന്നും നമ്മൾ അത്യാവശ്യം ഒരു തല മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ തല നീണ്ടു പോയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വളച്ചൊടിച്ച് എന്തേ പണി ചെയ്യണമെന്ന് പറഞ്ഞ മാതിരി നമ്മൾ ചെറുതായിട്ടൊരു വളച്ചെടുത്ത് നൂല് കെട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഇപ്രാവശ്യം കുറേ തൈകൾ നട്ടിട്ടുണ്ടല്ലോ, അതൊന്നും വലിയ കുഴപ്പമില്ലാതെ തളിർത്ത് വന്നിട്ടുണ്ട്. ഈ വർഷം ഫ്ലവർ വിരിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതിന് മാത്രം ഹെൽത്തി ആയിട്ടുള്ള തൈകളൊന്നുമല്ല. അതൊക്കെ നമ്മളെ കയ്യിൽ ആദ്യം ഉള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ എന്നോടൊക്കെ കാണുമല്ലൊക്കെ പറയുന്നുണ്ട്, ഇതെത്താണ് കുറേ ഒരേ ചെടികൾ തന്നെ നട്ട് വെച്ചേക്കണതെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കുറേ ചെടികൾ ഇത് ഫ്ലവർ വിരിയുമ്പോഴാണ് നല്ല ഭംഗിയേക്കരം, കാരണം പല കളറിലും കൂടി നമ്മൾ നടണം. കിട്ടിയെടുത്തുനിന്നൊക്കെ നമ്മളിതിൻ്റെ കമ്പ് കിട്ടണ്ട എന്നങ്ങനെ നടുപ്പം നടാൻ പറ്റിയ ടൈമാണ്. പണ്ടൊന്നും നമുക്ക് ഇത്ര ഉയരമൊന്നുമില്ല. ഇനി ഇത് ഫ്ലവർ കാണുമ്പോൾ മാത്രമേ നമ്മൾ നടലുള്ളൂ. ഇനി അപ്പോഴത്തെ പിടിക്കൂലായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലവർ കാണുമ്പോൾ നമ്മൾ നടുമ്പോൾ എത്താപ്പോൾ ഇത് പിടിക്കണില്ലല്ലോ എന്ന് കരുതി. ഇപ്പോഴാണ് പിന്നെ അതിനെക്കുറിച്ചൊക്കെ വലിയ വലിയ ഐഡിയകളൊക്കെ മനസ്സിലായത്. ഇതിൻ്റെ തൂമ്പൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്താണ്, അധികം നീണ്ടു വരുന്നത്. നല്ല സൈഡിൽ നിന്നൊക്കെ നല്ല തളിർപ്പ് ഇങ്ങനെ വരുള്ളൂ. നമ്മൾ നോക്കൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ കുറേ കാര്യങ്ങളും ഇതിന് അത്ര വലിയ പത്യം കാര്യങ്ങളുള്ള ചെടിയല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ നമുക്ക് കുഴപ്പമില്ല. നമ്മളധികം വലിയ ക്യാഷ് കൊടുത്തു, വലിയ ക്യാഷുകാരുടെ ചെടികളൊന്നും നമ്മളെ കയ്യിലില്ല കേട്ടോ. ക്യാഷ് കൊടുത്ത് വാങ്ങിയ ചെടികളും ഇല്ല. നമ്മളേതായ രീതിയിൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ കമ്പുകളൊക്കെ നട്ട് പിടിപ്പിച്ച് അങ്ങനെ ചെറിയ കമ്പുള്ളൂ. എന്താണ് നമ്മൾ നേരത്തെ കാണിച്ച ഇലകളൊക്കെ തുമ്പ് നുള്ളി വെച്ചിൻ്റെ ചെടി ആ മോഡലാക്കാനാണ് നമ്മൾ വിചാരിച്ചത്. നമ്മൾ നിലത്ത് നട്ടതാണ്. അത്യാവശ്യം ഇങ്ങനെ ഈ മഴക്കാലത്തും ചെറിയൊരു ഫ്ലവറൊക്കെ വിരിയുന്നുണ്ട് ഓരോ ചെടികൾക്കൊക്കെ അങ്ങനെ ഇട്ടാൽ. അപ്പോൾ അങ്ങനെ അടുത്ത ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനൊക്കെ നല്ല ഫ്ലവറിങ്ങിൻ്റെ ടൈമാണ്. അതുകൊണ്ട് ഇനി വല്ലാതെ കുഴിച്ചിട്ട് നട്ട് പിടിപ്പിച്ചാൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ. എന്നാലും നമ്മളിങ്ങനെ വെറുതെ പിടിപ്പിക്കാൻ നല്ല ഭംഗിയല്ല കാണാൻ. അടുത്തതിനും ഒരു ഫ്ലവർ വരുന്നുണ്ട്. ഒന്നല്ല കുറേ കുഞ്ഞു കുഞ്ഞു മുട്ടകളുണ്ട്. ഇത് മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചില്ല, ഇതിൽ അത്യാവശ്യം നല്ല ഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കാട്ടിൽ വെച്ചതായിരുന്നു എന്നുള്ളതിന് കേട്ടോ. ഞങ്ങളടുത്ത് ചിലർക്ക് ചെടികൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞ് പച്ചക്കറി തോട്ടമുണ്ട്, കുഞ്ഞിട്ടാ. അപ്പോൾ ഏകദേശം നേരെ ഇട്ട് നമ്മൾ ഈ ചെടീൻ്റെ ഓരോ പണികളൊക്കെ നടക്കുമ്പോഴത്തേന് വീഡിയോ എടുക്കാൻ അധികം നേരം വൈകും. ഇവിടെ നല്ല വെയിലുള്ള ഏരിയ ആയതുകൊണ്ട് അധികം ഉച്ചക്കോ രാവിലെ ഒന്നും അങ്ങനെ എടുക്കാനും പറ്റില്ല കേട്ടോ. പെരും വെയിലാണ്. നമ്മൾ പയർ അങ്ങനെ അല്ലറച്ചിലതൊക്കെ ചെറുതായിട്ട് വെറുതെ കുത്തി കൊടുത്താണ്. പക്ഷേ നല്ല ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെറുതെ ഓരോരോ പച്ചക്കറികളും കേട്ടോ. ഒരു രസമില്ല, നട്ടുപിടിപ്പിക്കണവർക്കെല്ലാം നട്ടുപിടിപ്പിക്കാൻ സ്റ്റേക്കാരം. അതൊന്നും പയറൊന്നും നമ്മളൊന്നും കൂട്ടിയിട്ടോ തിന്നിട്ടൊന്നുമല്ല. പക്ഷെ നമ്മളവിടെ ഉള്ളവരൊക്കെ എടുത്ത് തിന്നലും കൂട്ടിലൊക്കെ ഉണ്ട്. നമുക്ക് വലിയ ഇഷ്ടമുള്ള പച്ചക്കറിമൊക്കൊന്നും വലിയൊരു പോക്കില്ലാത്ത ആളാകുമ്പോൾ ഇതൊക്കെ വിത്തിനും വെച്ചതുണ്ട് കേട്ടോ. അതിന് വലിയ നിറയെ എറുമ്പുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതും വൈദ്യനയും നമ്മൾ നട്ട് വെച്ചത് തന്നെ കേട്ടോ. 3 വൈദ്യന ആദ്യമായിട്ടാണ് നമ്മൾ വൈദ്യനങ്ങൊക്കെ നട്ടിട്ട് പിടിക്കണത് കേട്ടോ. വെറുതെ ഒരു രസമായിട്ട് നേരം പോക്കിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണതാണ്. നല്ല ഹെൽപ്പായിട്ടുണ്ട് കേട്ടോ. അത് അറക്കാൻ ഏകദേശം നമുക്ക് തന്നെ ഒരു നേരം ഉണ്ടാക്കാനുണ്ട്. അണ്ടില്ലാത്തടത്തോളം. ഇത് നമ്മളവിടെ മത്തൻ പടുമോള മുളച്ചത് അറിയില്ല, പടുവോള അറിയും, അതായത് താന മുളച്ചതാണ്. ഇതിവിടെ ചീരത്തിൻ്റെ എന്തിൻ്റെ ഒരു വിത്താണ്, താന ഉണ്ടായതാണ് ഇതൊക്കെ. തക്കാളി നമ്മൾ അത്യാവശ്യം അറുത്തിട്ടുണ്ട്. ഇതും താന ഉണ്ടായതാണ് കേട്ടോ. ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ തന്നെ ഉള്ളൂ ഇതിന്മേൽ അറക്കാനുള്ളത്. മുളകും അങ്ങനെയാണ്. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ